അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴും എനിക്ക് നല്ല സങ്കടം വരുന്നുണ്ട് കേട്ടോ. ഞാനിത് ഇടണോ വേണ്ടയോ എന്നൊക്കെ ആലോചിച്ച് പിന്നെ എനിക്ക് തോന്നി കുഴപ്പമില്ല, എന്തായാലും ഇതിലിട്ട് കഴിഞ്ഞാൽ ഇതിവിടെ കിടക്കുമല്ലോ. കിത്തുട്ടൻ വലിയ കുട്ടിയായാലും ആമിക്കുട്ടിയായാലും അല്ലെങ്കിൽ പിന്നീട് എപ്പോഴായാലും നമുക്ക് എല്ലാവർക്കും കാണാം. ഓക്കെ, അപ്പോൾ നമുക്ക് വിശേഷങ്ങളിലോട്ട് പോവാം. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്താണെങ്കിൽ ഇത് ഏപ്രിൽ 11 തീയതിയിലത്തെ വീഡിയോ ആണ് കേട്ടോ. കിത്തുട്ടൻ നാട്ടിൽ പോവാണ്. ഇത് കിത്തുട്ടൻ്റെ അനിയത്തി കേട്ടോ ഞാൻ എടുത്തുകൊണ്ട് നടന്നത്. അപ്പോൾ കിത്തുട്ടൻ ഇവിടെ യു എയിൽ വന്നിട്ട് 2 വർഷമായിട്ടുണ്ടായിരുന്നു. അവൻ ആദ്യമായിട്ട് യു എയിൽ വരുന്നത് എൻ്റെ കൂടെയാണ് കേട്ടോ. അന്നും അച്ഛൻ്റെ അമ്മയുടെ ഒപ്പം അല്ല അവൻ വന്നത്, കാരണം അച്ഛനും അമ്മയും ഓൾറെഡി ഇവിടെയായിരുന്നു. ഞാൻ വരുമ്പോഴാണ് അവനെ കൊണ്ടുവന്നത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇന്ന് അവൻ തിരിച്ചു പോകുന്നതും ചേച്ചിയുടെ ഹസ്ബൻഡിൻ്റെ കൂടെയാണ് കേട്ടോ. അപ്പോൾ അച്ഛൻ്റെ അമ്മയുടെ കൂടെയല്ല, അച്ഛനമ്മ ഇവിടെ തന്നെയാണ് നിൽക്കുന്നത്. ഇപ്പോഴൊക്കെ കിത്തുട്ടൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. നാട്ടിൽ പോവാണ്, ഫ്ലൈറ്റിൽ കയറാം, പിന്നെ നാട്ടിൽ പോയിട്ട് വിഷു അല്ലേ പടക്കമൊക്കെ പൊട്ടിക്കുക എന്നൊക്കെയുള്ള ഭയങ്കര സന്തോഷത്തിലാണ് മൂപ്പര് പോകുന്നത്. എയർപോർട്ടിലെത്തി ലാസ്റ്റ് ആയപ്പോൾ ചെറുതായിട്ടൊക്കെ ഒന്ന് അവന് സങ്കടം വന്നു. അത് കഴിഞ്ഞിപ്പോൾ നാട്ടിലെത്തിയപ്പോൾ അവൻ്റെ അവസ്ഥ ആകെ മാറി. നാട്ടിലെത്തി എല്ലാ ദിവസവും നൈറ്റാവും ഭയങ്കര കരച്ചിലാണ്. പിന്നെ അത് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇപ്പോൾ പ്രവിചാരൻ്റെ കൂടെയാണ് പോയിട്ടുള്ളത്. ഇനി തിരിച്ച് വരുമ്പോൾ പ്രേമാമൻ പോകുമ്പോൾ ഞാനും വരുന്നുണ്ട്, നമ്മളെന്നാ പോകുന്നത്, നമ്മളിനി എന്നാ തിരിച്ച് ദുബായിൽ പോകുന്നതെന്ന് ചോദിച്ചിട്ടാണ് അവൻ നിൽക്കുന്നത്. പക്ഷെ നമ്മുടെ പ്ലാനിങ് അങ്ങനെയല്ല. അവൻ്റെ അടുത്ത് ഓൾറെഡി എല്ലാം പറഞ്ഞ് സെറ്റാക്കിയിട്ടാണ് വിട്ടിട്ടുണ്ടായിരുന്നത്. ഇനി നാട്ടിൽ നിന്നാണ് പഠിക്കുന്നത്, ഇനി ഒരു 2 വർഷമൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് വരാം. അപ്പോഴൊക്കെ അവനെല്ലാം ഓക്കെയാണ്. പക്ഷെ ഇപ്പോൾ അവനതൊക്കെ മാറി. അപ്പോൾ നമ്മളോരോന്ന് പ്ലാൻ ചെയ്യും, അതുപോലെ തന്നെ നടക്കണം എന്നൊന്നുമില്ലല്ലോ. അപ്പോൾ എന്തായാലും 1 മാസം പ്രവേശിച്ചേട്ടൻ നാട്ടിലുണ്ട്. അതിൻ്റെ ഉള്ളിൽ തീരുമാനമാവും എന്താവും, കിട്ടും അവിടെ നിൽക്കുമോ അത് ഇങ്ങോട്ടേക്ക് തന്നെ തിരിച്ച് വരുമോ എന്നുള്ളത്. ഇവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യാനായിരുന്നു പ്ലാനൊക്കെ കേട്ടോ. പക്ഷേ എന്താണെങ്കിൽ ഇവിടെ നമുക്ക് ഡേ കെയറും അതൊക്കെ എടുക്കണ്ടേ. അപ്പോൾ നമ്മളിവിടെ 2 പേരും വർക്ക് ചെയ്യുമ്പോൾ, അച്ഛനും അമ്മയും വർക്ക് ചെയ്യുമ്പോൾ കുട്ടികളുടെ കാര്യം കുറച്ച് ബുദ്ധിമുട്ടാണ്. ഒന്നല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും ഇവിടെ വന്ന് നിന്ന് അവരെ നോക്കാനുള്ള ആ ഒരു ഇതുണ്ടാവണം. ഇപ്പം നാട്ടിൽ നിന്ന് നമുക്ക് അങ്ങനെ ആർക്കും ഇപ്പോൾ വരാൻ പറ്റുന്നൊരു സാഹചര്യം ഇല്ലാത്തത് കൊണ്ട് അത് നടക്കില്ല. പിന്നെ നമ്മൾ ഡേ കെയറിലാക്കുകയാണെങ്കിൽ അത് കുറച്ച് നമുക്ക് ഡേ കെയർ കുഴപ്പമൊന്നുമില്ല, പക്ഷെ നമുക്ക് 1-2 പേർക്ക് അറിയാവുന്ന ചെറിയൊരു ഇഷ്യൂ നമുക്കറിയാവുന്നത് കൊണ്ട് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാലും കിത്തു ഇപ്പോൾ കുറച്ച് നാളൊക്കെ ഡേ കെയറിൽ പോയിട്ടുണ്ട്. ഇപ്പോൾ കിത്തുവിൻ്റെ ഉണ്ണിയും ഡേ കെയറിൽ തന്നെയാണ് ആക്കുന്നത്. എല്ലാവർക്കും ഒരുപോലെ ഉണ്ടാവണമെന്നില്ല, പക്ഷെ എന്നാലും ഒരു ടെൻഷനുണ്ട് അങ്ങനെ ഡേ കെയറിൽ വിടാനായിട്ട്. അപ്പോൾ അങ്ങനെയാണ് നമ്മളിപ്പോൾ തൽക്കാലത്തേക്ക് ഒന്ന് നാട്ടിൽ തന്നെ പോയി പഠിക്കട്ടെ എന്നുള്ളൊരു തീരുമാനത്തിലെത്തിയത്. കുറച്ച് നാൾ കിത്തുവിൻ്റെ അമ്മമ്മ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഉണ്ണിയൊക്കെ വന്ന ആ ഒരു ടൈമിൽ, കിത്തുവിന് അനിയത്തി ഉണ്ടായ ആ ടൈമിൽ അമ്മമ്മ ഇവിടെ ഉണ്ടായിരുന്നു. അമ്മമ്മ കുറച്ച് നാൾ നിന്നപ്പോൾ അപ്പോഴൊന്നും കിത്തുവിന് അങ്ങനെ ഡേ കെയറിൽ പോകേണ്ടി വന്നിട്ടില്ല. അതിന് ശേഷമുള്ള കുറച്ച് സമയമാണ് അങ്ങനെ ഡേ കെയറിൽ പോകേണ്ടി വന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. എന്തായാലും നമുക്കറിയാം കിത്തുട്ടൻ ഇനി അവിടെ നിൽക്കോ ഇല്ലേ എന്നുള്ളത് നമുക്ക് 1 മാസത്തിനുള്ളിൽ അറിയാൻ പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് ദുബായ് എയർപോർട്ടിലാണ്. ഷാർജയിൽ നിന്ന് ദുബായിലോട്ടാണ് കേട്ടോ നമ്മളെത്തിയത്. ഇതിൻ്റെ മുന്നത്തെ ദിവസം നമ്മൾ ഇതേ എയർപോർട്ടിൽ തന്നെ വന്നിരുന്നു. അച്ഛനും അമ്മേനെയും, അതായത് രാജേഷേട്ടൻ്റെ അച്ഛനും അമ്മേനെയും തിരിച്ചു പോകുന്ന സമയത്ത് അവരെ ആക്കാനും നമ്മൾ ദുബായിൽ തന്നെയാണ് വന്നത് കേട്ടോ. സെയിം ടൈമിൽ തന്നെയായിരുന്നു. അന്ന് നല്ലോണം ഞങ്ങൾക്ക് ട്രാഫിക് കിട്ടി. ഇന്ന് പിന്നെ ഞങ്ങൾക്ക് ട്രാഫിക് അധികം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കറക്റ്റ് ടൈമിന് തന്നെ എത്തിയിട്ടുണ്ട്. അങ്ങനെ വലിയ തിരക്കൊന്നും ഇപ്പോൾ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങളുടെ ഒരു പ്ലാൻ എന്താണെങ്കിൽ, കഴിഞ്ഞ ദിവസം ഞങ്ങളിവിടെ വന്നപ്പോൾ അച്ഛൻ്റെ അമ്മയുടെയും കൂടി ഞങ്ങൾക്ക് ചെക്ക് ഇൻ ചെയ്യുന്നിടത്ത് വരെ ഞങ്ങൾക്ക് പോകാൻ പറ്റിയിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഓക്കെ നമുക്ക് എല്ലാവർക്കും അവിടെ വരേക്കും പോകാൻ പറ്റും എന്നൊക്കെ ഉള്ളൊരു ഇതിൽ നിന്നിരുന്നത്. പക്ഷെ അവിടെ എത്തി അതിൻ്റെ അങ്ങോട്ടേക്ക് ചെക്ക് ഇൻ ചെയ്യുന്നിടത്തേക്ക് കടക്കാൻ നിന്നപ്പോൾ ഇന്നെന്തോ ഭയങ്കര തിരക്കായതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇന്ന് ആരെയും കടത്തി വിട്ടില്ല. പാസഞ്ചേഴ്സ് മാത്രമേ കയറാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇന്ന് ഞങ്ങൾക്ക് നടന്നില്ല. ഇതാണ് കേട്ടോ പ്രേവി ചേട്ടൻ. ഇത് എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡ്. ചേട്ടനും അതെ നാട്ടിൽ പോകുന്നത് 3 വർഷത്തിന് ശേഷമാണ്. ചേച്ചി ഇപ്പോൾ ഇവിടെ വന്നിട്ട് 2-3 മാസം ആവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടാണ് ചേട്ടൻ നാട്ടിൽ പോകുമ്പോൾ ചേച്ചി അവിടെ ഇല്ലാതെ ആവുന്നത്. അപ്പോൾ ഇതാണ്, നമ്മൾ വിചാരിക്കുന്നതൊന്നും അല്ലല്ലോ നമ്മുടെ ലൈഫിൽ നടക്കുക. ഇതൊന്നും അവരും ഒരിക്കൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളാണ്. പക്ഷേ എന്താ, ദൈവം ഓരോന്ന് തീരുമാനിക്കും, അതുപോലെയാണ് നമ്മുടെ ലൈഫിൽ നടക്കുന്നതൊക്കെ. അപ്പോൾ ചേച്ചിയുടെ 2 മക്കൾ നാട്ടിലുണ്ട് കേട്ടോ. എൻ്റെ അമ്മയുടെ അച്ഛൻ്റെയും കൂടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ചേട്ടനിപ്പോൾ അങ്ങോട്ടേക്കാണ് പോവുക. അപ്പോൾ ഇത്തവണ ചേട്ടൻ്റെ വെക്കേഷൻ ചേച്ചി ഇവിടെയും ചേട്ടനും പിള്ളേരും അവിടെ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ 1 മാസം കഴിഞ്ഞിട്ട് ഇനി ചേട്ടൻ ഇങ്ങോട്ട് തിരിച്ചു വരിക. ഇനിയിപ്പോൾ ചേച്ചി വെക്കേഷന് പോകുമ്പോൾ സെയിം ആയിരിക്കും. അപ്പോൾ ചേട്ടൻ ഇവിടെ ആയിരിക്കും, ചേച്ചിയും പിള്ളേരും അവിടെ ആയിരിക്കും. എന്തൊക്കെയാണ് നമ്മുടെ ലൈഫിൽ നടക്കുന്നത്. അതേപോലെ തന്നെയാണ് കിത്തൂട്ടിൻ്റെ കാര്യം. ഒട്ടും പ്ലാൻഡ് അല്ലായിരുന്നു കിത്തൂട്ടിനെ നാട്ടിലോട്ട് ഇനി തനിച്ച് പറഞ്ഞയക്കണം എന്നുള്ളത്. അവനിവിടെ തന്നെ പഠിപ്പിക്കുക എന്നുള്ള ഒരു ഇതിലായിരുന്നു. പക്ഷേ അതും നമുക്ക് മാറ്റേണ്ടി വന്നു. കിത്തു തനിച്ചായിരുന്നപ്പോൾ കുഴപ്പമില്ല. ഇപ്പോൾ കിത്തുവിനൊരു അനിയത്തിയും കൂടി വന്നപ്പോൾ
രണ്ടുപേരും കൂടിയിട്ട് നമുക്ക് എന്താ പറയുക, ജോലിയുടെ തിരക്കും. കിത്തുവിൻ്റെ അമ്മ ടീച്ചറാണ് കേട്ടോ. അപ്പോൾ ജോലി കഴിഞ്ഞ് വന്നാലും വീട്ടിൽ വന്നാലും കുട്ടികൾക്കുള്ള കുറേ വർക്കുകളൊക്കെ ചെയ്യാനായിട്ട്, വീട്ടിൽ വന്നാലും കുറേ കാര്യങ്ങളുണ്ടാവും ചെയ്യാനായിട്ട്. വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ളതും ഉണ്ടാവും, പിന്നെ വീട്ടിലത്തെ കാര്യങ്ങളുണ്ടാവും, പിന്നെ കിത്തൂട്ടനെ പഠിപ്പിക്കണം, അങ്ങനെ കുറേ കാര്യങ്ങൾ വരും. അപ്പോൾ നമുക്ക് അതൊക്കെ ഒരു ബുദ്ധിമുട്ടാവുന്നതുകൊണ്ടാണ് നമ്മളിപ്പോൾ തൽക്കാലം കുറച്ച് നാളത്തേക്ക് ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയത്. ഇതിൻ്റെ ഇടയിൽ ഇവിടെ രണ്ടുപേരും സെൽഫിയൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോഴൊക്കെ കിത്തുട്ടൻ സെറ്റാണ്. നമ്മൾ ഈ ഒരു ടൈമിലൊക്കെ കിത്തുട്ടൻ പോകാനെല്ലാം റെഡിയാണ്. പക്ഷെ അവിടെ നിന്ന് അങ്ങോട്ട് കടക്കാനായപ്പോൾ കിത്തുട്ടന് ചെറുതായിട്ട് സങ്കടമൊക്കെ വന്നു കേട്ടോ. പിന്നെ അപ്പോൾ എന്താണ് എൻ്റെ അനിയൻ കേട്ടോ. അനിയൻ എന്ന് പറഞ്ഞാൽ കിത്തുട്ടൻ്റെ അച്ഛൻ. ഞാനും അവനും ട്വിൻസാണ്. അവന് തീരെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല കേട്ടോ കിത്തുട്ടൻ നാട്ടിലേക്ക് പോകുന്നത്. വേറെ ഓപ്ഷനില്ല നമുക്ക്, അതുകൊണ്ട് തന്നെയാണ് നമ്മളിപ്പോൾ ഈ ഒരു തീരുമാനത്തിലെത്തിയത്. പക്ഷെ അവന് ഭയങ്കര സങ്കടമാണ്. കാരണം കിത്തൂട്ട് ഇവിടെ വന്ന് കിത്തൂട്ടിൻ്റെ ചെറുപ്പത്തിലൊന്നും ഇവന് കിത്തൂട്ടിൻ്റെ കൂടെ നിൽക്കാൻ പറ്റിയിട്ടില്ല. അന്നൊക്കെ എൻ്റെ അനിയൻ ഇവിടെയായിരുന്നു. അന്ന് കിത്തൂട്ടൻ ചെറുതായിരിക്കുമ്പോഴും അച്ചുവും നാട്ടിൽ തന്നെയായിരുന്നു. പിന്നെ ഞാൻ ഒരു 2 വർഷം മുന്നാണ് എൻ്റെ കൂടെയാണ് കിത്തൂട്ട് ഇങ്ങോട്ടേക്ക് വന്നത്. അതിനുശേഷം ഇവൻ എവിടെ പോകുമ്പോഴും, കളിക്കാൻ പോകുമ്പോഴും, ചിലപ്പോഴൊക്കെ ജോലിക്ക് പോകുമ്പോഴൊക്കെ ഇവൻ കൊണ്ടുപോകും, കാറിലിരുത്തി അങ്ങനെ കൊണ്ടുപോകും. പിന്നെ വർക്കിന് സൈറ്റിലൊക്കെ പോകുമ്പോഴും ഇവനും കൂടെ ഉണ്ടാവും. അങ്ങനെയാണ് ചെയ്തിരുന്നത്. അപ്പോൾ അത്രയും അച്ഛനും മോനും ഭയങ്കര കണക്റ്റഡ് ആയിട്ടാണ് നിന്നിരുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പോകുമ്പോൾ അവനും ഭയങ്കരമായിട്ട് അതിൻ്റെ ഒരു വിഷമമുണ്ട്. അച്ചുവിന് പിന്നെ വിഷമമുണ്ട്, ഇല്ലെന്നല്ല. പക്ഷെ എന്നാലും അവർ രണ്ടുപേരും കൂടുതൽ ഏതിനും അച്ഛനും മോനും കിടന്ന് നടന്നിട്ടേ പെട്ടെന്ന് അതിൽ നിന്ന് അങ്ങോട്ട് മാറേണ്ട ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അതിപ്പോൾ ആർക്കായാലും നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ആ ഒരു സങ്കടം കണ്ടു നിൽക്കുന്ന ഞങ്ങൾക്കും സങ്കടം. അച്ചു അവിടെ നിന്ന് കരച്ചിൽ തുടങ്ങിയിട്ടുണ്ട്. കരയണ്ട, നല്ലതിന് വേണ്ടിയിട്ടല്ലേ എന്നൊക്കെ പറഞ്ഞാലും നമുക്ക് എല്ലാവർക്കും ഉള്ളിൻ്റെ സങ്കടമുണ്ട്. കാരണം കിത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ടൈം ആക്റ്റീവാണ് അവൻ. അതായത് അവനൊന്ന് ഇരുന്ന് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ അവൻ്റെ അടുത്ത് പറയും, കിത്തു നീ ഒന്ന് ഇരിക്കി, ഞങ്ങളൊന്ന് കാണട്ടെ, നീ ഒന്ന് റെസ്റ്റ് ചെയ്യണത്. പക്ഷെ അത്രയും പോലും അവൻ ചെയ്യില്ല. ഏത് സമയം ഒന്നല്ലെങ്കിൽ ക്രിക്കറ്റ്, അല്ലെങ്കിൽ ഫുട്ബോൾ, അല്ലെങ്കിൽ സൈക്കിള്, സ്കേറ്റിംഗ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ അവൻ ചെയ്തുകൊണ്ടിരിക്കും. ഈ വീഡിയോയ്ക്ക് ഞാൻ വോയിസ് കൊടുക്കുമ്പോഴും എനിക്ക് കിത്തൂട്ടിൻ്റെ ഓരോ ആക്ഷൻസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ സങ്കടം വരുന്നുണ്ട് കേട്ടോ. അതിനേക്കാൾ എനിക്ക് എൻ്റെ അനിയനെ കാണുമ്പോൾ സങ്കടം തോന്നുന്നുണ്ട്. കാരണം അവനത് എങ്ങനെ പിടിച്ചു നിൽക്കുന്നു. ഞാൻ ഈ ഒരു സങ്കടം അനുഭവിച്ചതാണ്. കാരണം ഞാൻ ആമിക്കുട്ടീനെ നാട്ടിൽ നിർത്തി പോരുന്ന സമയത്ത് എൻ്റെ മനസ്സ് എത്രത്തോളം ഇതായി എന്നുള്ളത് അതെനിക്കറിയാം. അപ്പോൾ ആ ഒരു സാഹചര്യം ഇപ്പം എൻ്റെ അനിയൻ ഇവൻ കുറേ കാലം അത് അനുഭവിച്ചതാണ്. അത് കഴിഞ്ഞ് ഇപ്പോൾ കിത്തുവിനെ അങ്ങോട്ട് കൊണ്ടുവന്ന് ഇപ്പോൾ ഈ ഒരു 2 വർഷം അവൻ കിത്തുവിൻ്റെ കൂടെ അത്രയും കിടന്ന് നടന്നിട്ട് പെട്ടെന്ന് കിത്തുവിനെ തനിച്ച് അങ്ങോട്ട് നാട്ടിലോട്ട് വിടുമ്പോൾ ആ ഒരു സങ്കടം എത്രത്തോളം ഉണ്ടാവുമെന്ന് മനസ്സിലാവും. അപ്പോൾ അങ്ങനെ ഓക്കെ. അപ്പോൾ നമ്മളിതാ ഇപ്പോൾ ഇവിടെ എത്തി. ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് പ്രവിചാരനും കിത്തും കൂടെ പോയി കേട്ടോ. കാരണം എന്താണെങ്കിൽ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് അവർ നമ്മളെ കടത്തി വിട്ടില്ല. പിന്നെ അവിടെ എന്തോ പേപ്പർ വർക്കിൽ എന്തോ അവർക്കൊരു ഡൗട്ട് വന്നിട്ട് അങ്ങനെ കിത്തുവിനെ അച്ഛനും അമ്മേനെയും അങ്ങോട്ടേക്ക് കടത്തി വിട്ടു. അതുകൊണ്ടാണ് അവർ അങ്ങോട്ടേക്ക് പോയത് കേട്ടോ. ഞങ്ങളപ്പോഴും ഇവിടെ തന്നെ നിൽക്കുമായിരുന്നു. പിന്നെ അതെല്ലാം ക്ലിയർ ചെയ്തിട്ട് കിത്തുവിനെയും കൊണ്ട് വീണ്ടും ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരുടെ അടുത്തും വീണ്ടും യാത്രയൊക്കെ പറഞ്ഞിട്ട് കിത്തുട്ടൻ പോയിട്ടോ. ഇതൊന്നും അറിയാതെ ഇവിടെ ഒരു സുന്ദരി കുട്ടി നിൽക്കുന്നുണ്ട്. അവൾ ചേച്ചിയായിട്ട് കളിച്ചുകൊണ്ട് നിൽക്കുക. കുഞ്ഞല്ലേ, അവൾക്ക് എന്ത് മനസ്സിലാവാൻ. ചേട്ടനുണ്ട്, പക്ഷേ ഇവൾ ഭയങ്കര ആക്റ്റീവായിട്ടുണ്ട്. അതായത് ചേട്ടൻ്റെ സംസാരവും ഇടയ്ക്കിടയ്ക്ക് ചെന്നിട്ട് ഉമ്മ വയ്ക്കലും പിന്നെന്താ ചെവിയിൽ എന്തൊക്കെയോ കിടന്ന് പറയും, കൈ കൊട്ടുക, പാട്ട് പാടുക, ഉണ്ണിക്ക് വേണ്ടി പാട്ട് പാടി കൊടുക്കുക, അതൊക്കെ ചെയ്തിരുന്നു കിത്തുട്ടെ. അവൾക്ക് മിസ് ചെയ്യുന്നുണ്ടാവും, അറിയുന്നൊന്നും ഇല്ലല്ലോ, അറിയാനുള്ള പ്രായമൊന്നും ആയിട്ടില്ലല്ലോ. അപ്പോൾ അങ്ങനെ കിത്തൂട്ടൻ വീണ്ടും വന്നു. ഇപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് കിത്തൂട്ടൻ കുറച്ച് സാഡായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കാരണം അവന് കാര്യം പിടികിട്ടി. ഇനി ഞാൻ തനിച്ച് പോകണം, അച്ഛനും അമ്മ ഇവിടെയാണ് നിൽക്കണേന്നുള്ളത് ചെറുതായിട്ട് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ കിത്തൂട്ടൻ അവിടെ സേഫായിട്ട് എത്തി, കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ രാത്രിയാകുമ്പോൾ ചെറുതായിട്ട് അച്ഛനെ കാണണം, അമ്മേനെ കാണണം എന്ന് പറഞ്ഞിട്ട് ചെറുതായിട്ടൊരു കരച്ചിലൊക്കെ വരുന്നുണ്ട്. എന്നാലും അവൻ സെറ്റാവുമെന്ന് വിചാരിക്കുന്നു, അറിയില്ല. അതൊക്കെ ഇനി ബാക്കി നമുക്ക് കാണാം, വരും ദിവസങ്ങളിൽ എന്താവും, കിത്തൂട്ടിൻ്റെ അവിടെ സെറ്റാവുമോ എന്നൊക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ കുറച്ച് വീട്ടുവിശേഷങ്ങളൊക്കെയാണ്. ഇഷ്ടമായാൽ ലൈക്കും കമൻറ്റൊക്കെ ചെയ്യുക. കൂടുതൽ വീഡിയോസായിട്ട് വരുന്നതാണ്. അതുവരേക്കും എല്ലാവർക്കും ബൈ.